പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരാരൊക്കെയാണെന്ന് എനിക്കറിയാം. ഞാൻ ഫാദർ വർഗീസ് പാത്താടൻ വികാരിയച്ഛനാണ്. ദേവസ്വം മനേക്കാട് ജനറൽ കൺവീനറാണ്. ജോൺ ആലക്കാരൻ പബ്ലിക് ട്രസ്റ്റി. ഫാദർ ജിബിൻ നായത്തോടെ അസിസ്റ്റന്റ് വികാരി. ഫാദർ വിൽസൺ കണ്ണൂക്കാരൻ അസിസ്റ്റന്റ് വികാരി. നിഷാന്ത് പബ്ലിസിറ്റി കൺവീനർ. ഇവിടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ ഒരുക്കമാണ് നടന്നത്. എല്ലാ സ്ഥലങ്ങളിലുമുള്ള ജനന തിരുനാൾ പോലെയുള്ള എല്ലാ ആഘോഷ പരിപാടികളുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് മറ്റ് പലയിടത്തും ഇല്ലാത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ പദ്ധതി ഇവിടെ ആരംഭിക്കുന്നതാണ്. ആ പദ്ധതിയുടെ പേര് ചില്ലറക്കാരനാണ്. ആ ചില്ലറക്കാരൻ പദ്ധതി ഇനാഗുറേറ്റ് ചെയ്യുന്നത് കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ബഹുമാനരുടെ ഡേവിസ് അമരച്ചനാണ്. ആ പദ്ധതിയിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് 10,000 കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് സഹായം കൊടുക്കുക എന്നുള്ളതാണ്. ഏകദേശം 80 ലക്ഷം രൂപയുടെ ചാരിറ്റിയാണ് ഇതുവരെ. അത് ഈ വർഷം നമ്മൾ തിരുനാളിന് ആരംഭിക്കുന്നു. ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ ഫലമായിട്ട് ഈ ഒരു വർഷം കൊണ്ട് 10,000 കിഡ്നി രോഗികളെ സഹായിക്കുന്ന 80 ലക്ഷം രൂപയോളം മേടിച്ചത് വഴി അത് ആ പണം സ്വരൂപിക്കുന്ന വഴിയാണ് ചില്ലറക്കാരൻ പദ്ധതി. ആ പദ്ധതി നമ്മൾ വലിയ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം കൂടിയാണ്. വെള്ളം കുടിച്ച് വലിച്ചെറിഞ്ഞ് കിടന്ന പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം ഇവിടെ ചില്ലറക്കാരൻ പദ്ധതിയിൽ നിന്നും ഒരു വലിയ ഇരുമ്പ് വലകൊണ്ട് കുപ്പി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കുടിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയുന്നതിന് പകരം ആ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം ഈ കുപ്പിയിൽ നിക്ഷേപിക്കും. ആ കുപ്പി അവിടെ നിന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി ചില്ലറക്കാരൻ പദ്ധതിയിൽ നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് അത് ലോക്ക് ചെയ്ത് അതിനൊരു ചെറിയ തുഴയെടുത്ത് നമ്മുടെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ അയക്കുന്നു. അവരുടെ കയ്യിൽ വരുന്ന ചില്ലറകൾ അതിനകത്തില്ല. വർഷത്തിൽ 2-3 പ്രാവശ്യം ഈ കുപ്പി തിരിച്ച് വാങ്ങിക്കണം, വീണ്ടും തിരിച്ചയക്കണം. അതുവഴി 10,000 കിഡ്നി രോഗികളെ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. മറ്റ് സാധാരണ തിരുനാളുകളുണ്ടാകുന്നവർക്കുള്ള എല്ലാ ആഘോഷ പരിപാടികളുണ്ട്. ചാലക്കുടി ഫൊറാനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. 8-ാം തീയതി രാവിലെ 8:30 മണിക്ക് കേക്ക് കട്ട് ചെയ്യും. 50 അടി നീളമുള്ള കേക്ക്, 150 കിലോ തൂക്കമുള്ള കേക്ക്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിർമ്മല എഞ്ചിനീയറിംഗ് കോളേജാണ്. അത് കട്ട് ചെയ്യുന്നതോടുകൂടി ആഘോഷ പരിപാടികൾക്ക് അന്നത്തെ ദിവസത്തെ ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് ഹൈലൈറ്റ് ആകും. അതിനുശേഷം ബർത്ത്ഡേ സദ്യ എന്നാണ് പറയുന്നത്. അത് ആശീർവദിക്കും. അന്ന് രാവിലെ തുടങ്ങി ഒരു 3 മണി വരെ ബർത്ത്ഡേ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കും. എല്ലാവരും വൈകിട്ട് 5 മണിക്ക് ആഘോഷമായ ഈ ഇടവകയിൽ നിന്നുള്ള വൈദികരെ വിളിച്ച് കുർബാന പ്രദക്ഷിണം കയറുന്നതൊരു തിരുനാൾ അവസാനിക്കും. ഈ തിരുനാൾ ആഘോഷ പരിപാടി എല്ലാവരെയും ഇവിടെ അമ്മ എന്നാണ് ചാലക്കുടിയിലെ പരിശുദ്ധ മാതാവിനെ നാട്ടുകാർ വിളിക്കുന്നത്. മാതാവിൻ്റെ പള്ളി ഞങ്ങളുടെ മാതാവ്. അപ്പം അമ്മയുടെ ബർത്ത്ഡേ നാട്ടുകാരായ മക്കൾ ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്നു. ആഘോഷ പരിപാടിയിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. എല്ലാവരുടെ സാന്നിധ്യം സത്യവും പ്രതീക്ഷിക്കുന്ന 15,000 പേരെ പ്രതീക്ഷിക്കുന്നു. വെജിറ്റേറിയൻ ചോറ്, സാമ്പാർ, എലിശ്ശേരി, മെഴുക്ക് വരട്ടി, ഇഞ്ചിപ്പുളി, ഇഞ്ചിക്കറി, പപ്പടം, പായസം. ബർത്ത്ഡേയുടെ എല്ലാ ഘടകങ്ങളും അതായത് കിറ്റ് കൊടുക്കുന്നത് തുടങ്ങിയുള്ള സാധനങ്ങൾ കലവറ നിറയ്ക്കില്ലെന്നൊരു പരിപാടി. 6-ാം തീയതി കലവറ നിറയ്ക്കുന്ന ഒരു പ്രോഗ്രാം. അതായത് അമ്മയുടെ ബർത്ത്ഡേക്ക് ഒരു പിറന്നാൾ സദ്യക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം മക്കള് അമ്മയുടെ അടുക്കളയിലേക്ക് കൊണ്ടുവരും. അതാണ് കലവറ നിറയ്ക്കുക. പിറന്നാളിന് അന്ന് അതിന്റെ ഇനാഗ്രേഷനേ ഉള്ളൂ. അന്ന് ഇനാഗ്രേഷൻ കുറച്ച് ആൾക്കാർ എല്ലാം കൂടി അന്ന് നടത്തി ശരിയാവില്ല. പ്രദക്ഷിണമായിട്ട് പന്തലിൽ കൊണ്ടുവന്ന് എല്ലാം വിശദീകരിച്ച് അതിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള കഴിഞ്ഞെടുക്കാം. വീട് പദ്ധതി അതിനകത്ത് ഇപ്പം 3 വീടിന്റെ സ്ഥലം നമ്മൾ പ്ലാൻ വരച്ചു. മുനിസിപ്പാലിറ്റിക്ക് അപേക്ഷ കൊടുക്കുന്നു. അതിന്റെ പ്രോസസ്സ്, അതിന്റെ ആവശ്യമായ പണം നമ്മുടെ കയ്യിൽ റെഡിയാണ്. കല്ലിട്ടു, ബെനിഫിഷ്യൻസിനെ കണ്ടെത്തി
ഇനി ടെക്നിക്കലായ അനുവാദങ്ങളെല്ലാം കിട്ടി പണികൾ നടത്തി വരണം, അത്രയേ ഉള്ളൂ. അതെല്ലാ വർഷവും 50 പെരുന്നാളിന് ചേർന്ന് 3 വീട് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. ബർത്ത്ഡേയോടനുബന്ധിച്ച് ഡയാലിസിസ് രോഗികൾ, അങ്ങനെ 2 പദ്ധതികളാണ് നമുക്കുള്ളത്.